ഹലോ. അപ്പോൾ ഇന്നും സൺസെറ്റ് കാണാൻ ഇറങ്ങിയത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇന്ന് സൺസെറ്റ് കാണാൻ ഇറങ്ങിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ബീച്ച് എന്താ പറയുക, അങ്ങനെ ഒരു സീനിക്കായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല. ഞാനിന്ന് ഹൈവേയിൽ പോയിട്ട് സൺസെറ്റ് കണ്ടാലോ എന്നുള്ള ഐഡിയ തോന്നി അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. പക്ഷേ ഓൾറെഡി സൺ അവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൺറൈസ് എന്നാണ് ഞാൻ പറഞ്ഞത്, സൺസെറ്റ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, സൺസെറ്റാണ് കേട്ടോ. സൺസെറ്റ് കാണാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം സൂര്യൻ അവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ആ ടൈമിനുള്ളിൽ അവിടെ എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഒന്ന് സ്പീഡ് എടുത്ത് പോകുന്നത്. നമുക്ക് നോക്കാം. ആ ഒരു ഹൈവേയിൽ കൂടെ, കഴക്കൂട്ടം ബൈപ്പാസ് ഹൈവേ ഉണ്ടല്ലോ, എൻ എച്ച് കൂടെ വരുമ്പോൾ മേൽപ്പാലത്ത് നിന്നിട്ടുള്ള ആ ഒരു സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള ഐഡിയയിലാണ് കേട്ടോ പോകുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് ഇത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി കഴക്കൂട്ടത്ത് ആ സൈഡിൽ കൂടെ കയറി ഇങ്ങനെ തിരിച്ചു വരണം. അതാണ് പ്ലാൻ. ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ആ ഒരു സൺസെറ്റ്, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഏതുവണ്ടി? ഓ, ഫേസർ. എൻ്റെ ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും ആളറിയാൻ വയ്യ. കണ്ണേ നീ കളങ്കാതടി, കണ്ണാണേ കണ്ണേ നീ കളങ്കാതടി. അന്നും ആ ഒരു സൺറൈസ്, ആ സൺസെറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയത് അന്നൊരു ആക്സിഡൻറ്റിൽ കലാശിച്ചത്. അതിനുശേഷം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട്, ഇങ്ങനെ ഒരു സ്ഥലം കാണാനായിട്ട് അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ പോയില്ല. അല്ലാതെ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നീട് വീഡിയോസൊന്നും വരാത്തത്. അപ്പോൾ ഉടനെ ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നുണ്ട്. അടുത്തടുത്ത വീഡിയോസൊക്കെ ഉടനെ എന്നെ വരും എന്നാണ് എൻ്റെയും വിശ്വാസം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം. സണ്ണിനെ നോക്കിയാണ് ഞാൻ വരുന്നത്. ചെറുക്കാൻ അസ്തമിച്ച് പൊക്കളയിലടാ കൂട്ടാ നിൽക്കണേ. ഞാൻ അവിടെ പോയിട്ട് വന്നിട്ട് നിന്നെ കാണാമേ. നീ അവിടെ നിൽക്കണേ, അവിടെ തന്നെ നിൽക്കണേ. ഓ ശരി മാമ. ഓക്കെ, അപ്പോൾ ഞാൻ നേരെയുള്ള റോട്ടിൽ നിന്നുള്ള ടേൺ എടുത്തിട്ടുണ്ട്. ഇനി അവിടെ പോയി അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഒന്നുകൂടെ ടേൺ എടുക്കണം. അപ്പം കറക്റ്റാവും. അപ്പോൾ നമ്മളെ സൂര്യൻ ചെറുക്കനെ കാണാൻ പാകത്തിനാവും. കണ്ടാ, സൂര്യനിപ്പോൾ പിറകിലാണ്. എൻ്റെ നിഴലിന് മുമ്പിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ സൂര്യനെ തിരിഞ്ഞു നോക്കേണ്ട ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ അവിടെ കറങ്ങി പോകുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരും, സൈഡായിട്ട്. ഇവിടെ നിന്ന് കീപ്പ് ലെഫ്റ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, എടുത്ത ഹൈവേ ഗേറ്റ് ഓൾവേസ് അടച്ചിട്ടിരിക്കും ആസ് യൂഷ്വൽ. ട്രെയിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണ് തല ഇറങ്ങും. അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മാത്രമേ ഉള്ളതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കൊണ്ടിരുന്നാൽ തല ഇറങ്ങിപ്പോകും. ട്രെയിൻ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ ഒന്നൊന്നും പോയാൽ തുറക്കണം ചാൻസ് കുറവാണ്. ട്രെയിൻ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടായത്, ഞാൻ പറഞ്ഞില്ലേ. ഒന്നൊന്നും വന്നാലും തുറക്കൂല ഇവിടെ. ഈ വണ്ടി ആദ്യമായിട്ടാണ് കേട്ടോ, മിസ്റ്റുബിഷി സെഡിയ സെലക്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വണ്ടി കാണുന്നത്. ലാൻസർ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ലാൻസർ അല്ല കേട്ടോ. കൊള്ളാം. JDM കാർസ് ആണ് കേട്ടോ. JDM ലെജൻസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. കൊള്ളാം കേട്ടോ വണ്ടി. സെഡിയ ആദ്യമായിട്ടുണ്ടോ കാണാൻ വണ്ടി? ഇങ്ങനെ വണ്ടി കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് വണ്ടി. ലാൻസർ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നു, പക്ഷേ ഫ്രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ബാക്ക് കറക്റ്റ് ലാൻസർ പോലെ തന്നെ, ഫ്രണ്ട് ചെറിയ ലൈറ്റിൻ്റെ ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ സണ്ണേ മകനെ മടങ്ങി വരൂ, സണ്ണ് അസ്തമിച്ച്. സമയം 5:33. ഐ ഹോപ്പ് ഐ ക്യാൻ സീ ദ സൺസെറ്റ് ഓഫ് ദ ഇന്ത്യ. അതെ, ഇന്ത്യയിലെല്ലാം ഉദിക്കുന്ന ഈ ഒറ്റ സൂര്യന്, അസ്തമിക്കുന്നത് ഈ ഒരൊറ്റ സൂര്യൻ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ സൺസെറ്റ് ഓഫ് ദ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ
സൺസെറ്റ് ദാണ്ട് ആ കാണുന്ന പാലൊക്കെ ഉണ്ടോ, ഓവർ ബ്രിഡ്ജ്. ആ ഓവർ ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് ഈ ഒരു സൺസെറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ കുഴപ്പം ഈ സണ്ണങ്ങ് ലെഫ്റ്റ് സൈഡിൽ അങ്ങ് പോയിക്കണ്. എനിക്കത് അവിടെ വന്നാൽ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ നോക്കട്ടെ. സീബ്ര ക്രോസിൽ ആൾ കയറി കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ആക്കി കൊടുക്കണമെന്നാണല്ലോ നിയമം. ഞാൻ കാണാൻ വന്ന സൺസെറ്റ് നോക്കിക്കണ്. പക്ഷെ അവക്ക് പിറകെയാണ് കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് മീൻസ് ഈ ഇടയ്ക്കല്ല, കുറച്ച് നാളായി ഞാൻ ഇതുവഴി പോയപ്പോഴത്തേക്ക് ഈ ഒരു സൺസെറ്റ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോയി. അതെ, ഇവിടെ തന്നെയാണോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ സൗണ്ട് ഫുൾ കൈയെടുത്താണ് പോകണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ടായി മൊത്തത്തിൽ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ ഈ ഒരു പാലത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ കണ്ടത്. പക്ഷേ ഒന്ന് ഈ സൂര്യൻ ഏകദേശം അവിടെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഇങ്ങനെ പാലത്തിൽ വണ്ടി നിർത്താനും പറ്റില്ല. അതാണ് വേറൊരു കുഴപ്പം. പക്ഷേ ഈ പാലം കയറിയപ്പോൾ തന്നെയാണ് ഞാനത് കണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ 5:35 സൺ അസ്തമിച്ച് വരുന്നേ ഉള്ളൂ. പക്ഷെ ഒരുവിധം സൺസെറ്റ് കാണാൻ പറ്റിയെന്നോളം പറയാം. പക്ഷേ അങ്ങ് താഴെ പോയില്ല കേട്ടോ. സൺകുട്ടൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നോളം പറയാം. അപ്പോൾ ഞാൻ അവിടെ ഇവിടെ ഒരു സ്ഥലം കിട്ടുന്ന സ്ഥലത്ത് വേണമെങ്കിൽ അങ്ങോട്ട് നിർത്തിയിട്ട് ഞാൻ കുറച്ച് നേരം നമുക്ക് ഈ സൺസെറ്റും ആസ്വദിച്ചിട്ട് പോകാം കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കുറച്ചുകൂടെ അസ്തമിക്കണമായിരുന്നു അല്ലേ, കുറച്ചുകൂടെ അസ്തമിക്കണമായിരുന്നു. കാണാൻ പോയി വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് നോക്കാം. ഈ ഒരു കെട്ടിടം നിങ്ങൾക്കറിയാമോ? ഇവിടെ കൊല്ലങ്ങളായിട്ട് ഇതുപോലെ കിടക്കണം. ഇടയ്ക്കിടയ്ക്ക് റീലിലൊക്കെ വരുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് റീലിലൊക്കെ വരും. ഇങ്ങനെ ഒരു കെട്ടിടം എന്തുകൊണ്ട് ഇവിടെ കിടക്കുന്നു പണി തീരാതെ എന്ന് അറിയില്ല ഇപ്പോഴും. അതൊരു മിസ്റ്ററിയാണ്. മിസ്റ്ററി ആയിട്ട് കിടക്കിയത്. ഇവിടെ എന്നും ഞാനൊരു സ്ഥലമൊക്കെ അതില്ല കേട്ടോ വണ്ടി നിർത്താനായിട്ട്. ഞാൻ അന്ന് ആസ്വദിച്ച് പോയത് ഇവിടെയാണ്. കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം നഗരസഭ വനിതാ നിവാസം. അവിടെ ഒരു ക്ഷേത്രക്കുളമൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു പൗലോ കോയിലോ വരുന്നുണ്ട്. അല്ലേ നമ്മളെ മൈൻഡ് ചെയ്തില്ല, അങ്ങ് പോയി സ്ലോ ആയിട്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനൊരു സൺസെറ്റും കണ്ടുകൊണ്ട് പോകാനായിട്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പം ഈ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കറങ്ങി വന്നത് കേട്ടോ. പറഞ്ഞാൽ ഇവിടെ അങ്ങനെ നിർത്തിക്കൂടാ, എന്നാലും വേണമെങ്കിൽ 2 മിനിറ്റ് ഇവിടെ നിർത്താം. നിർത്തിക്കൂടാ. അഞ്ച് 37 ഇപ്പം സമയം കുറച്ച് ലേറ്റായിട്ടാണല്ലേ സൂര്യൻ അസ്തമിക്കുന്നത്. താഴെ കൂടെ ഒരു ബസ് പോകുന്നുണ്ട്, എൻ്റെ നിഴലിൽ കൂടെ കാണാൻ പറ്റും. ഇപ്പോൾ സൂര്യൻ കുറച്ച് ലേറ്റായിട്ടാണ് അസ്തമിക്കുന്നത്. താഴെ താഴത്തെ റോഡിൽ കൂടെയാണ് കേട്ടോ ഈ വണ്ടികളെല്ലാം പോകുന്നത്. കൊള്ളാം, നല്ല രസമായിട്ട്. കൊള്ളാമല്ലേ? കുറച്ചുകൂടെ സൺസെറ്റ് ആയിരുന്നെങ്കിൽ നൈസായിരുന്നു തന്നെ. കുറച്ചുകൂടെ സൺസെറ്റ് ആവാനുള്ള ഞാൻ പ്രതീക്ഷിച്ചില്ല. 5:37 ആയില്ലേ? 5:37 6 മണി ആയില്ലേ? 6 മണിയായിട്ടും സൂര്യൻ ഇത്രത്തോളം അസ്തമിച്ചുള്ളെങ്കിൽ കൊള്ളാം. ഇപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് അപ്പോൾ അസ്തമിക്കുന്നത്. പക്ഷേ കൊള്ളാം, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല രസമുണ്ട്. കുറച്ചുകൂടെ ഇങ്ങനെ താഴെ വന്നിരുന്നെങ്കിൽ മേ ബി എനിക്ക് കാണാൻ പറ്റില്ല. മേഘങ്ങളൊന്നുമില്ല കേട്ടോ. മേഘം ഈ ഒരു അസ്തമിക്കുന്നതിൻ്റെ അവിടെ ഒരു മേഘം കൂടെ വന്നിരുന്നെങ്കിൽ സൺസെറ്റ് കുറച്ചുകൂടെ ഭംഗിയായതിനെ കാണാൻ. എന്താ നമ്മൾ ഫോട്ടോയിൽ ഫർണിച്ചർ ഞാൻ വെച്ച് മാറായിരുന്നു. അതൊക്കെ അവിടെയാണ് കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ നമ്മളെ സൺ അവിടെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ കാണാൻ വന്ന സൺ സെറ്റും അത് തന്നെ ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പയ്യെ വന്ന വഴിയല്ല, അതുവഴി കറങ്ങി ഇതുവഴി കറങ്ങിയുള്ളൊരു തിരിച്ചു പോക്കിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു 2:30-3 മണി സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എല്ലാം അറഞ്ഞ ട്രെയിനായി.
അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.